എല്ലാവർക്കും നമസ്കാരം. വേൾഡ് ഡോസിൻ്റെ പുതിയൊരു വില്ല പ്രോജക്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ തിരുവനന്തപുരത്ത് 3 BHK നല്ല മനോഹരമായിട്ടുള്ള ഒരു ബഡ്ജറ്റ് വീട് വാങ്ങാൻ നോക്കുന്നവർക്കാണെങ്കിൽ, ഒരു ഡബിൾ സ്റ്റോറി വീട് വാങ്ങാൻ നോക്കുന്നവർക്കാണെങ്കിൽ ഈ കാണുന്നൊരു വില്ല കമ്മ്യൂണിറ്റിക്കകത്ത് ഈ ഒരു മനോഹരമായ വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും. ഈ വീട് വരുന്നത് നമ്മുടെ തിരുവനന്തപുരത്ത് പ്രാവച്ചമ്പലം മച്ചയിൽ കുരുവിൻ മുകളാണ് നമുക്ക് വീട് വരുന്നത്. ഈ വീട് ലാൻഡ് ചെയ്യുന്ന 3 സെൻറ്റിൽ 1550 സ്ക്വയർ ഫീറ്റിൽ 3 BHK ആണ് വരുന്നത്. വീട് ചുറ്റുള്ള വാസ്തു ബേസ്ഡായിട്ടാണ് വടക്ക് ദർശനമാണ് വരുന്നത്. വീടിൻ്റെ മുറ്റത്ത് നമുക്ക് 2 വലിയ വാഹനം വരെ പാർക്ക് ചെയ്യാൻ പറ്റിയ കാർപോർച്ച് ഏരിയയാണ് വരുന്നത്. വീട്ടിൽ കുടിവെള്ളത്തിന് കിണറും വരുന്നുണ്ട്, ലൈൻ കണക്ഷനും വരുന്നുണ്ട്. നമുക്ക് ഈ വീട്ടിൽ നിന്ന് നമ്മുടെ തിരുവനന്തപുരം പ്രാവച്ചമ്പലം പുതിയ റെയിൽവേ സ്റ്റേഷൻ വരെ പോകാൻ വെറും 5 കിലോമീറ്റർ മാത്രമാണ് നമുക്ക് ഡിസ്റ്റൻസ് വരുന്നത്. വീടിൻ്റെ 3 ചുറ്റും നമുക്ക് CCTVയുടെ പോയിന്റ് ആയിട്ടുണ്ട്. ഫ്രണ്ടിലെ സിറ്റ് ഔട്ടിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പാനൽ വർക്ക് ചെയ്യുന്ന ഫുൾ വുഡാണ്. ഇത് പ്ലാവാണ്, ക്ലിയർ പോളിഷ് ആയിട്ടുണ്ട്. ഫ്രണ്ട് വുഡ് എല്ലാം വന്നിട്ട് നമുക്ക് പ്ലാവാണ്. ഫ്രണ്ടിൽ ഒരു സ്ലൈഡിങ് ഗേറ്റും ഒരു ഫോൾഡിങ് ഗേറ്റും വരുന്നുണ്ട്. മുറ്റത്തെല്ലാം നമുക്ക് ഇന്റർലോക്കാണ് ആഡ് ചെയ്തിട്ടുള്ള. ഇതിൽ നമ്മുടെ ആർട്ടിക്കൽ ഗ്രാസും വരുന്നുണ്ട്. ഈ വീടിന് ചോദിക്കുന്ന ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 58 ലക്ഷം രൂപയാണ്. ഇത് നമുക്ക് നെഗോഷ്യബിൾ പ്രൈസ് ആണ്. ഈ കാണുന്ന നമ്മുടെ വിശാലമായിട്ടുള്ള ലിവിങ് ഏരിയ ഡൈനിങ്ങിൻ്റെ ഏരിയ നമുക്കിവിടെ സെപ്പറേറ്റ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ TV യൂണിറ്റ് ഏരിയ. അത്യാവശ്യം വലിയൊരു TV വരെ ഹോൾഡ് ചെയ്യാൻ പറ്റിയ വലിയൊരു TV യൂണിറ്റ് ഏരിയയാണ് വരുന്നത്. ഇത് നമുക്ക് നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജും വരുന്നുണ്ട്. ലിവിങ് ഏരിയയിലും ഡൈനിങ്ങിൻ്റെ ഏരിയയിലും നമുക്ക് സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. സീലിംഗിൽ പ്രൊഫൈൽ ലൈറ്റ്, സ്പോട്ട് ലൈറ്റ്, ഓട്ടോമാറ്റിക് ഫാനുകൾ വരുന്നുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ ഡൈനിങ്ങിൻ്റെ സ്പേസ്. അത്യാവശ്യം വലിയൊരു ഡൈനിങ് സ്പേസ് ആണ് വരുന്നത്. ഫസ്റ്റ് ഫ്ലോറിലോട്ട് വന്ന സ്റ്റെയറിൻ്റെ അടിയിലിട്ടാണ് നമ്മുടെ ഇൻവെർട്ടറിൻ്റെ പോയിന്റ് വന്നിട്ട്. ഈ കാണുന്നതെല്ലാം നമുക്ക് വലിയൊരു ടെസ്റ്റർ വർക്ക് ചെയ്തിരിക്കുന്നതാണ്. ഇവിടെ നമ്മുടെ വാഷ് ബേസിൻ വന്നിട്ട് ഇവിടെ നമുക്കിനി മിററൊക്കെ ആഡ് ചെയ്യാനുണ്ട്. ഇവിടെ ഒരു ലൈറ്റ് വരുന്നതാണ്. നമുക്കിവിടെ ഫൈനൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കിവിടെ അപ്പോസ് വർക്കും ചെറിയ പെയിന്റിങ് വർക്കും ഇതുപോലുള്ള ചെറിയ ചെറിയ ഫിറ്റിങ്സ് മാത്രമേ നമുക്കിനി ഇവിടെ വരുന്നുള്ള വർക്കായിട്ട്. ടെയിൽ വന്നിട്ട് 4 വെട്രിഫൈഡ് ടെയിൽ വരുന്നുണ്ട്. ഇതിൽ നമ്മുടെ അപ്പോസ് വർക്കും വരുന്നുണ്ട്. ഇവിടെ നമുക്ക് വലിയൊരു ഓപ്പൺ കിച്ചണും വരുന്നുണ്ട്, വർക്ക് ഏരിയയും വരുന്നുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂം. ഗ്രൗണ്ട് ഫ്ലോറിൽ 1 ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് 2 ബെഡ്റൂം, അങ്ങനെ മൊത്തം ഇവിടെ 3 ബെഡ്റൂമാണ് വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട് 14x11 ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട്. ഇവിടെ 3 പാളിയുടെ ഒരു കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്, സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. സീലിംഗിൽ പ്രൊഫൈൽ ലൈറ്റ്, സ്പോട്ട് ലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന സെൻറ്റർ ഷോയിൽ വലിയൊരു ടെസ്റ്റർ വർക്ക് ചെയ്തിട്ടുണ്ട്. ബെഡ്റൂമിലെ കളറെല്ലാം വന്നിട്ട് ലൈറ്റ് കളറാണ് ആഡ് ചെയ്തിട്ടുള്ളത്. കബോർഡ് വർക്ക് ചെയ്യുന്ന ബോർഡെല്ലാം നല്ല പ്രീമിയം ബോർഡിട്ടാണ് നമ്മുടെ കബോർഡ് വർക്ക് ചെയ്തിട്ടുള്ളത്. HD ബോർഡിട്ടാണ് നമ്മുടെ കബോർഡ് വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം വലിയ രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. നമ്മുടെ 3 ബെഡ്റൂമിൽ AC പോയിന്റ്, 3 വാഷ്റൂമിൽ നമ്മുടെ ഹീറ്റർ പോയിന്റ് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നത് നമ്മുടെ വാഷ്റൂമിലെ ഫിറ്റിംഗ്സ് എല്ലാം വന്നിട്ട് ബ്രാൻഡ് ഫിറ്റിംഗ്സ് ആണ്. ഇവിടെ നമ്മുടെ ഹീറ്റർ പോയിന്റും ചെയ്തിട്ടുണ്ട്. ഡൈനിങ് ഏരിയയിൽ നിന്നും വരുന്നതാണ് നമുക്ക് ഈ കാണുന്ന വലിയൊരു ഓപ്പൺ കിച്ചണിലോട്ട് വരുന്നത്. നമുക്ക് വലിയൊരു പാർട്ടീഷൻ, കബോർഡ് വർക്കിൽ പാർട്ടീഷൻ തിരിച്ചിട്ടുണ്ട്. ഇതിൽ പ്രൊഫൈൽ ലൈറ്റ്, സ്പോട്ട് ലൈറ്റ്, ഫാൻസി ലൈറ്റ് എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. കിച്ചണിലേക്ക് നമുക്ക് വലിയ രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. ഈ ഷെയ്ഡിൻ്റെ മേളിലേക്ക് നമുക്ക് വലിയ രീതിയിലാണ് സ്റ്റോറേജ് വരുന്നത്. ഈ കാണുന്നില്ല നമുക്ക് വലിയ രീതിയിൽ സ്റ്റോറേജ് വരുന്നതാണ്. ഇവിടെ നമുക്ക് ഇലക്ട്രിക് ഹോബ് വരുന്നുണ്ട്. ഫിറ്റിംഗ്സ് എല്ലാം വന്നിട്ട് ബ്രാൻഡ് ഫിറ്റിംഗ്സ് ആണ് കിച്ചണിൽ വരുന്നത്. ഇവിടെ നമുക്ക് കിച്ചണിൽ സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഫ്ലോർ ടൈൽ വന്നിട്ട് 4x2 നല്ല മാറ്റ് ടൈൽ, നല്ല ഗ്രിപ്പുള്ള ടൈലാണ് ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഈ ഗ്ലാഡിക്കിൽ നമുക്ക് ടൈൽ ഒട്ടിച്ചിട്ടുണ്ട്. ഇവിടെയാണ് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ പോയിന്റ് വരുന്നത്. ബാക്ക് സൈഡിലായിട്ട് നമുക്ക് വലിയൊരു വർക്ക് ഏരിയയും വരുന്നുണ്ട്. വർക്ക് ഏരിയയിൽ വലിയൊരു വാഷ് ബേസിൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് വാഷിംഗ് മെഷീൻ്റെ പോയിന്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ആലുവ അടുപ്പോ ഗ്യാസ് സിലിണ്ടറോ എന്തെങ്കിലും നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. ബാക്ക് സൈഡിലായിട്ട് നമുക്ക് നനകല്ല് വരുന്നുണ്ട്. ഈ കാണുന്ന വീടിൻ്റെ ബാക്ക് സൈഡ് വന്നിട്ട് ഹാളിൽ നിന്നും വരുന്ന ഫസ്റ്റ് ഫ്ലോറിലോട്ട് വന്ന സ്റ്റെയർ ആണ്. ഇവിടെ നമുക്കൊരു പ്രൊഫൈൽ ലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു 5 പർഹോള ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഹാൻഡിൽ വർക്ക് ചെയ്തിരിക്കുന്ന ജിയോ പൈപ്പിൽ മാറ്റ് ബ്ലാക്ക് പെയിന്റ് വുഡിൻ്റെ ഡിസൈനാണ് ചെയ്തിട്ടുള്ളത്. ഈ കാണുന്നതാണ് നമ്മുടെ വിശാലമായിട്ടുള്ള ഹാള്. ഫസ്റ്റ് ഫ്ലോറിലെ ഹാള് വന്നിട്ട് ഇവിടെ നമുക്കൊരു കമ്പ്യൂട്ടർ സ്റ്റാൻഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ പോയിന്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് 2 വലിയ ബെഡ്റൂമാണ് വരുന്നത്. ഇവിടെ അത്യാവശ്യം വലിയൊരു സ്പേസ് ആണ് വരുന്നത്. ഇവിടെ നമുക്ക് TV യൂണിറ്റ് ചെയ്യാൻ പറ്റും. ഇഷ്ടം പോലെ ഫ്ലഗ് പോയിന്റുകൾ ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന വലിയൊരു ഹാളാണ് ഇവിടെ വരുന്നത്. ഈ കാണുന്നതാണ് നമ്മുടെ 2ാമത്തെ ബെഡ്റൂം. ഈ ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട് 14x12 ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട്. സീലിംഗിൽ നമുക്ക് പ്രൊഫൈൽ ലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് 2 പാളിയുടെ വലിയൊരു കബോർഡ് വർക്ക് വരുന്നുണ്ട്. ഇതിലേക്ക് അത്യാവശ്യം വലിയ രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നതാണ്. അകത്തെ ഡോറുകളെല്ലാം നമുക്ക് മാറ്റ് പോളിഷ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ അറ്റാച്ച്ഡ് വാഷ്റൂം, നമുക്ക് വലിയൊരു വാഷ്റൂമാണ്. ഇവിടെ ഫിറ്റിംഗ്സ് ഉപയോഗിക്കുന്നതെല്ലാം ബ്രാൻഡ് ഫിറ്റിംഗ്സ് ആണ്. ഇവിടെ നമ്മുടെ ഹീറ്റർ പോയിന്റ് ചെയ്തിട്ടുണ്ട്.
അടുത്ത ഹാളിൽ നിന്നും വരുന്ന നമുക്ക് 4ാമത്തെ ബെഡ്റൂമാണ്. ഈ കാണുന്നതാണ് നമ്മുടെ 4ാമത്തെ ബെഡ്റൂം. ഇത് നമുക്ക് വലിയൊരു ബെഡ്റൂമാണ്. ഇവിടെയും സീലിംഗിൽ നമുക്ക് പ്രൊഫൈൽ ലൈറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ 2 പാളിയുടെ വലിയൊരു കബോർഡ് വർക്കും അറ്റാച്ച്ഡ് വാഷ്റൂമും വരുന്നുണ്ട്. ഈ ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട് 15x12 ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട്. ഈ കാണുന്നത് നമ്മുടെ അറ്റാച്ച്ഡ് വാഷ്റൂമും. ഇത് നമുക്ക് വലിയൊരു വാഷ്റൂമാണ്. ഇവിടെ ഫിറ്റിംഗ്സിന് ഉപയോഗിക്കുന്ന ബ്രാൻഡ് ഫിറ്റിംഗ്സ് ആണ്. ഇവിടെ നമ്മുടെ ഹീറ്റർ പോയിന്റ് വരുന്നുണ്ട്. അടുത്ത ഹാളിൽ നിന്നും വരുന്ന നമുക്ക് ബാൽക്കണിയാണ്. ഈ സീലിംഗിൽ നമുക്ക് സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു പർഹോള വരുന്നുണ്ട്. സീലിംഗിൽ പ്രൊഫൈൽ ലൈറ്റ്, വുഡിൻ്റെ ഡിസൈനും പാനൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു വലിയൊരു ഫാൻസി ലൈറ്റ് വരുന്നുണ്ട്. വലിയൊരു പർഹോളയും വരുന്നുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ ബാൽക്കണി. വലിയൊരു ബാൽക്കണിയാണ്. ബാൽക്കണിയിലെ തൂണിലെല്ലാം നമുക്ക് ടെസ്റ്റർ വർക്ക് ചെയ്തിട്ടുണ്ട്. സീലിംഗിൽ നമുക്ക് പ്രൊഫൈൽ ലൈറ്റ് ചെയ്തിട്ടുണ്ട്, സ്പോട്ട് ലൈറ്റ് ചെയ്തിട്ടുണ്ട്. വലിയ രീതിയിൽ തന്നെ അവിടെ ടെസ്റ്റർ വർക്ക് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് വുഡെല്ലാം വന്നിട്ട് പ്ലാവാണ്, ക്ലിയർ പോളിഷ് ചെയ്തിട്ടുണ്ട്. ഒരു ഫാൻസി ലൈറ്റ് ചെയ്തിട്ടുണ്ട്. ബാൽക്കണിയിലെ ഹാൻഡിൽ വർക്ക് ചെയ്യുന്ന ജിയോ പൈപ്പിൽ ഇവിടെയും വുഡിൻ്റെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. മാറ്റ് ബ്ലാക്ക് പെയിൻറ്റും ആഡ് ചെയ്തിട്ടുണ്ട്. അടുത്ത ഹാളിൽ നിന്നും വരുന്ന നമുക്ക് ടെറസിലോട്ട് പോകുന്ന സ്റ്റെയർ ആണ്. ഇവിടെ നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ പോയിന്റ് വരുന്നത്. അതിൻ്റെ സൈഡിൽ കൂടെ തന്നെ നമുക്ക് ടെറസിലോട്ട് പോകുന്ന സ്റ്റെയറും വരുന്നുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ വിശാലമായിട്ടുള്ള ടെറസ്. ടെറസിലെ ടാങ്ക് വന്നിട്ട് 750 ലിറ്ററിൻ്റെ വലിയൊരു ടാങ്കാണ് വരുന്നത്. ടെറസിൽ മൊത്തം ഇവിടെ നമുക്ക് വാട്ടർ പ്രൂഫിങ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു ഫ്ലഗ് പോയിന്റും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ വീടിൻ്റെ ഡീറ്റെയിൽ. ഈ വീടിരിക്കുന്നത് നമ്മുടെ തിരുവനന്തപുരത്ത് പ്രാവച്ചമ്പലം മച്ചേൽ കുരുവിമുകളാണ് നമുക്ക് വീട് വരുന്നത്. ഈ വീട്ടിൽ നിന്ന് മെയിൻ ബസ് റൂട്ട് വരെ പോകാൻ വെറും 300 മീറ്റർ മാത്രമേ വരുന്നുള്ളൂ. ഇവിടെ നമുക്ക് മച്ചേൽ ബസ് റൂട്ടിലോട്ട് പോകാൻ പറ്റും. ഇവിടെ നമ്മളെ കുരുവിമൂൾ ബസ് റൂട്ടിലോട്ടും പോകാൻ പറ്റും. അങ്ങനെ ഇവിടെ നിന്ന് 2 ബസ് റൂട്ടിലോട്ടും 300 മീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ. ഈ വീട് ലാൻഡ് ചെയ്യുന്ന 3 സെൻറ്റിൽ 1500 സ്ക്വയർ ഫീറ്റിൽ 3 BHK ആണ്. വീട് ചുറ്റുള്ള തികച്ചും വാസ്തു ബേസിലായിട്ടാണ് വടക്ക് ദർശനമാണ് വരുന്നത്. ഈ വീടിൻ്റെ മുറ്റത്ത് നമുക്ക് 2 വലിയ വാഹനം വരെ പാർക്ക് ചെയ്യാൻ പറ്റിയ കാർപോർച്ച് ഏരിയയാണ് വരുന്നത്. വീട്ടിൽ കുടിവെള്ളത്തിന് കിണറും വരുന്നുണ്ട്, ലൈൻ കണക്ഷനും വരുന്നുണ്ട്. വീടിന് ചോദിക്കുന്ന ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്ന 58 ലക്ഷം രൂപയാണ്. ഇത് നെഗോഷ്യബിൾ പ്രൈസ് ആണ്. 80% ഹൗസ് ലോണിങ്ങും ചെയ്യാൻ പറ്റും. ഈ വീടിൻ്റെ ഡീറ്റെയിലോ ഈ വീട് കാണാനോ താല്പര്യമുള്ളവർക്ക് താഴെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അടുത്തെന്തെങ്കിലും പുതിയൊരു വില്ല പ്രോജക്റ്റ് കാണുമ്പോൾ എല്ലാവർക്കും ബൈ.